കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ ആലുവയിൽ അൻവർ സാദത്തിന് പകരം ജബി മേത്തർ മത്സരിക്കും. അൻവർ സാദത്താണ് ആലുവയിലെ നിലവിലെ MLA. അൻവർ സാദത്തിന് ആലുവയിലെ പ്രാദേശിക നേതാക്കളുമായി തർക്കമുണ്ട്. ഈ സാഹചര്യത്തിൽ അൻവർ സാദത്തിനെ മാറ്റാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. പകരം മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയും രാജ്യസഭാ രാജ്യസഭാ അംഗവുമായ ജബി മേത്തർ മത്സരിക്കുമെന്ന് ഉറപ്പായി. ഇതോടുകൂടി ആലുവയിൽ വലിയൊരു കോളിളക്കം തന്നെ ഉണ്ടാവുകയാണ്. തന്നെ മാറ്റിയാൽ താൻ റബലായി മത്സരിക്കും എന്നാണ് അൻവർ സാദത്ത് അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അൻവർ സാദത്ത് റബലായി മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടയായ ആലുവ CPMന് പിടിക്കാനാകും. അതാണ് CPM നോക്കുന്നത്. LDFന് പിടിക്കാനാകും. അതാണ് CPMൻ്റെ തന്ത്രം. അൻവർ സാദത്തിനെ CPM സ്ഥാനാർത്ഥിയാക്കുമോ എന്നുള്ളതും സംശയമാണ്. എന്നുള്ള കാര്യത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ജബി മേത്തറെ ഒരു കാരണവശാലും മത്സരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നാണ് അൻവർ സാദത്ത് പറയുന്നത്. ഇതോടുകൂടി ആലുവ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ജബി മേത്തർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിൽ സുപരിചിതയാണ് സംസ്ഥാനത്ത്. മാത്രമല്ല ഒരുപാട് സമരമുഖങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. ആലുവയിൽ മത്സരിക്കാൻ അവർക്ക് വലിയ താല്പര്യവുമാണ്. അതവർ പറഞ്ഞിട്ടുമുണ്ട്. രാജ്യസഭാ അംഗമായ ജബി മേത്തറെ ആലുവയിലേക്ക് കെട്ടിയിറക്കി കൊണ്ടുവരുന്നത് അൻവർ സാദത്തിനെ ഒതുക്കാനാണെന്നുള്ളത് വ്യക്തം. ഇനി ഒരു തവണ സീറ്റ് കിട്ടിയില്ലെങ്കിൽ, അടുത്ത നിയമസഭാ ഇലക്ഷന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അൻവർ സാദത്ത് റബലായി മത്സരിക്കും. അങ്ങനെ റബലായി മത്സരിച്ചാൽ അൻവർ സാദത്തിന് കുറേ വോട്ടുകൾ പിടിക്കാനാകും. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലേക്ക് പോകും. എന്തായാലും ആലുവ കേരളത്തിലെ ശ്രദ്ധേയമായ മണ്ഡലമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. എക്കാലവും UDFനോടൊപ്പം ഉറച്ചു നിന്ന മണ്ഡലമാണ് ആലുവ. UDFൻ്റെ ഉരുക്കുകോട്ട എന്ന് തന്നെ പറയാം ആലുവയെ. ആ ഉരുക്കുകോട്ടയിലാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ വിള്ളൽ വീണിരിക്കുന്നത്. ജബി മേത്തറെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ അൻവർ സാദത്ത് കടുത്ത സമ്മർദ്ദമാണ് പാർട്ടിക്കുള്ളിൽ ചെലുത്തുന്നത്. തന്നെ മാറ്റാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അൻവർ സാദത്ത് പറയുന്നത്. ഇതോടുകൂടിയാണ് ആലുവ വലിയൊരു ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത്. അൻവർ സാദത്തിന് പകരമാകുമോ ജബി മേത്തർ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. എന്തായാലും 2026 തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കോൺഗ്രസിന്. മോശം പ്രകടനം കാഴ്ചവെക്കുന്ന MLAമാരെ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ആലുവയിൽ അൻവർ സാദത്തിനെ മാറ്റിയത്. അൻവർ സാദത്തിൻ്റെ പ്രകടനമല്ല മോശം, അവിടെ പ്രാദേശികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരും അൻവർ സാദത്തും തമ്മിലുണ്ട്. അതാണ് അൻവർ സാദത്തിന് സീറ്റ് നൽകാതിരിക്കാനുള്ള കാരണം. ജബി മേത്തറാകട്ടെ ആലുവ പിടിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ആലുവയിലേക്ക് വരാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ജബി മേത്തർ ആദ്യമായിട്ടാണ് പാർലമെൻ്ററി പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മുമ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ മത്സരിച്ചിരുന്നു, വിജയിച്ചു വരുന്നു, തോറ്റിട്ടില്ല ഇതുവരെ. ഇത്തവണ അവർ വലിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ജബി മേത്തർ വന്നു കഴിഞ്ഞാൽ ആലുവയിലെ സ്ത്രീ വോട്ടുകൾ ഒന്നായി ക്രോഡീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് UDFൻ്റെ വിശ്വാസം, കോൺഗ്രസിൻ്റെ വിശ്വാസം. പക്ഷേ അൻവർ സാദത്ത് ഏത് നിലയിൽ പ്രതികരിക്കും എന്നുള്ളത് പറയാനാവില്ല. അൻവർ സാദത്ത് റബലായി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. എന്തായാലും ആലുവയിൽ കോൺഗ്രസ് തമ്മിൽ തല്ലുകയാണ്. കോൺഗ്രസിൻ്റെ തമ്മിൽ തല്ല് ആലുവയിൽ രൂക്ഷമായിരിക്കുകയാണ്. ജബി മേത്തർ അങ്ങനെ വരികയാണ് ആലുവയിൽ. UDF അധികാരത്തിലെത്തിയാൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു നേതാവ് കൂടിയാണ് ജബി മേത്തർ എന്നത് ശ്രദ്ധേയം. വിവിധ ഗ്രൂപ്പുകളുമായൊക്കെ അനുരഞ്ജനപ്പെട്ടു പോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. ഹൈക്കമാൻഡിനും അവരെ പ്രിയമാണ്. KC വേണുഗോപാലിൻ്റെ നോമിനി കൂടിയാണ് ജബി മേത്തർ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ എന്ന നിലയിൽ അവർക്ക് സ്ത്രീകളുടെ പിന്തുണ ലഭിക്കും. പക്ഷേ അൻവർ സാദത്ത് റബലായി നിന്നു കഴിഞ്ഞാൽ ജബി മേത്തറുടെ വിജയസാധ്യത കുറയും എന്ന് മാത്രമല്ല അവിടെ ഇടതുപക്ഷം അട്ടിമറി വിജയം നേടും.